കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. ശ്രീനാരായണ ഗുരുദേവന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ്. കരി എന്ന് ഉദ്ദേശിച്ചത് അവിടെ ആന എന്നാണ്. അപ്പൊ ആന എഴുന്നള്ളത്ത് വേണോ വേണ്ട, കരിമരുന്ന് വേണോ വേണ്ട, ഇങ്ങനെയൊക്കെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരമ്പരാഗതമായി 10, 40, 50 വർഷത്തിലധികമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളത്ത് നടത്താറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ട്. ഇതെല്ലാം ചെയ്യാറുണ്ട്. ഇത് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി ഇതൊക്കെ ചെയ്തു വരുന്നു. നമ്മൾ എലിയെ പിടിക്കാൻ ഇല്ലം ചുടാറില്ല ആരും. 14 പേർ മരിച്ചു എന്നുള്ള കണക്കാണ് പറയുന്നതെങ്കിൽ ഒരു വർഷം റോഡ് ആക്സിഡന്റിൽ മാത്രം കേരളത്തിൽ എത്ര പേർ മരിക്കുന്നു? 10,000ങ്ങളാണ് മരിക്കുന്നത്. ഏകദേശം 10,000-ഓളം അടുത്ത ആളുകൾ മരിക്കും. അപ്പൊ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ എത്ര ആയിരം ആളുകളാണ് മരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ കുറെ വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആന ഇടഞ്ഞ് മരിച്ചവരുടെ എണ്ണം 520, 500 മറ്റോ ആണ്. കരിമരുന്ന് പ്രയോഗത്തിൽ ഇതുപോലെ മരിച്ചത് കഴിഞ്ഞ ഒരു 10 വർഷം 52 മുതലുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേർ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മരണം നടന്നിടത്തെല്ലാം, അത് ആന ഇടഞ്ഞിടത്താകട്ടെ മരണം നടന്നിടത്താകട്ടെ, എല്ലായിടത്തും കൃത്യമായ നിയമം പാലിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ് മഹാഭൂരിപക്ഷവും. അപ്പൊ നിയമം പാലിച്ചുകൊണ്ട് ഇത് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ചാനൽ ചർച്ചയിൽ വരുന്നവരാകട്ടെ, അല്ലെങ്കിൽ ഇതിനെതിരെ ആരാ കൂടുതൽ വാളെടുക്കുന്നത്? യുക്തിവാദികൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ, CPM-ന്റെ ഫോൾഡർകാർ, ഇവർ വലിയ വാളെടുക്കുകയാണ്. അവർക്ക് ക്ഷേത്രവും വേണ്ട, അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട, ഇതൊന്നും വേണ്ട. അവരിപ്പോ ഭജന്റെ ആളുകളായിട്ട് നടക്കുകയാണ്. ഭജൻ നന്ദഗോപന്റെ ആളുകളായിട്ട് നടക്കുകയാണ് പല ഇടതുപക്ഷ ഫോൾഡർകാർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിയമലംഘനം നടന്നിട്ടുണ്ട് തൃശ്ശൂരിൽ. അതാരും ചർച്ച ചെയ്യുന്നില്ല. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇവിടെയുണ്ട്. ആക്ടിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ, ഓരോ കാര്യത്തിനും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനാമി 2004 ഡിസംബറിൽ സുനാമി കേരളത്തിലടക്കം വന്നതിന് ശേഷമാണ് 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും എല്ലാ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികളും വന്നത്. അതിന്റെ വെളിച്ചത്തിൽ വളരെ മനോഹരമായ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ 50 മുതൽ 60 വരെയുള്ള ഭാഗത്ത്, അതിന്റെ ക്ലാസ് 50 മുതൽ 60 വരെ ഉള്ളതിൽ ഓരോ ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തിയാൽ, അല്ലെങ്കിൽ കൃത്യമായ അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരുന്നാൽ പോലും 1 വർഷവും 2 വർഷവും ശിക്ഷയുണ്ട്. അത്ര മനോഹരമായ നിയമമാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുറ്റിങ്ങൽ അപകടം 2016 പുറ്റിങ്ങൽ അപകടത്തിന് മുമ്പ്, അപകടം വരുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായ ഒരു നോട്ട് ഇറക്കിയിരുന്നു, ഒരു ബുക്ക് ഇറക്കിയിരുന്നു, ഓറഞ്ച് ബുക്ക്. അതിപ്പോഴും ഉണ്ട്. ഓറഞ്ച് ബുക്ക് അപ്ഡേറ്റ് വരുന്നതാണ്. പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം ജസ്റ്റിസ് ഗോപിനാഥന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ കമ്മീഷൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതൊന്നും നടന്നില്ലെന്നേ. അപ്പൊ കുറ്റം കരിമരുന്നിനല്ല പറയേണ്ടത്. കരിമരുന്ന് കൂടുതൽ ഉപയോഗിച്ചാൽ, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ, ക്ലോറൈറ്റുകൾ കൂടുതൽ ഉപയോഗിച്ചാൽ പ്രശ്നം വരും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? മിതമായ തോതിൽ കരിമരുന്നും കൂടുതൽ വർണ്ണാഭമായ രീതിയിൽ കളറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കരിമരുന്ന് പുര പ്രവർത്തിച്ചിരുന്നത് വളരെ അശാസ്ത്രീയമാണ്, പ്രാകൃതമായിട്ടാണ്. അവിടെ വണ്ടി എത്തൂല, വള്ളം എത്തൂല, ഒരു സ്ഥലവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു വയലിന്റെ നടുക്ക് പരമ്പരാഗതമായിട്ട് അവർ ചെയ്യുന്നു. ശരിയാണ്. 10-30 അതിന്റെ അയൽവക്കത്തുള്ള ഒരു വീട്ടുകാർ പറഞ്ഞു 30 വർഷമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല, ഇപ്പോഴല്ലേ ഇങ്ങനെ പൊട്ടിയെന്ന്. ശരിയാണ്, അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളരെ പ്രാകൃതമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിനകത്തൊരു ആക്സിഡന്റിന്റെ ഒരു ഇലമെന്റ് കൂടുതലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നല്ല പ്രാക്ടീസ് ഉള്ള ആളിനാണെങ്കിൽ വണ്ടി ബ്രേക്ക് പൊട്ടിയാലും ഒക്കെ ചിലപ്പോൾ ഓടിക്കും. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധു, അദ്ദേഹം കോഴിക്കോട് വെച്ച്, ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ ഞാൻ വണ്ടിയിൽ ബാക്കിലിരിക്കുകയാണ്, അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ്. ചെറുപ്പക്കാരനാണ്. പക്ഷെ കോഴിക്കോട് വെച്ച് പെട്ടെന്ന് ഹർത്താൽ ദിവസമാണ്, നമ്മൾ അവിടെ ചെന്നാണ് രാവിലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ ബോർഡും ഒക്കെ വെച്ച് തിരുവനന്തപുരത്ത് വരാം എന്നുള്ള ഒരു ധാരണയിൽ വണ്ടി കോഴിക്കോടും തിരിച്ചു. ഒരല്പ ദൂരം വന്നപ്പോഴാണ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ എന്നോട് എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന എൻ്റെ ബന്ധു പറഞ്ഞു, പേടിക്കാനില്ല, ഞാൻ തിരുവനന്തപുരത്ത് എത്തിക്കും, പക്ഷെ ബ്രേക്ക് പോയിട്ടുണ്ട് വണ്ടിക്ക്, ഇനി ഒരു വർഷാപ്പം കിട്ടുന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ നിയമവിരുദ്ധമാണ്. പക്ഷെ ഹർത്താൽ ദിവസം ആയതുകൊണ്ടും റോഡിൽ വേറെ വാഹനങ്ങളില്ലാത്തത് കൊണ്ടുമൊക്കെ വളരെ നല്ല രീതിയിൽ, വളരെ പ്രാക്ടീസ് ആയുള്ള ഒരു ഡ്രൈവർ ആയതുകൊണ്ട്, ഡ്രൈവിങ്ങിൽ നല്ല പ്രാക്ടീസ് ഉള്ള ആളായതുകൊണ്ട്
അദ്ദേഹം തിരുവനന്തപുരത്തെത്തി, ഞങ്ങൾ വീട്ടിലും എത്തി, എന്നിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തു. അത് ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷെ എന്ന് വിചാരിച്ച് എന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഓടിച്ചില്ല, ഈ ഓടിച്ച ആളിപ്പോ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മറ്റൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആക്സിഡന്റിലല്ല, വേറൊരു വാഹനം വന്ന് അദ്ദേഹത്തെ തട്ടി അല്ല, അദ്ദേഹം വണ്ടി ഓടിച്ചല്ല മരിച്ചത്, അദ്ദേഹത്തെ വേറൊരു വാഹനം വന്ന് തട്ടി അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, പിറകിൽ നിന്ന് വന്നൊരു വാഹനം തട്ടി മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് അദ്ദേഹത്തിന്റെ കുറ്റവുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്, നമുക്ക് ചില പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ബ്രേക്ക് പൊട്ടിയാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. തിരക്കുള്ള ദിവസം പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ പറ്റും പ്രാക്ടീസ് ഉള്ളവർക്ക്. പക്ഷെ അതുകൊണ്ട് പ്രാക്ടീസ് ഒരു എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് ഒരു ഒരു എക്സ്ക്യൂസ് അല്ല. നിയമപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് കളക്ടർ, ജില്ലാ കളക്ടർ ഇതിനകത്തൊരു പ്രതിയാണ്, SP തൃശ്ശൂർ SP ഇതിനകത്ത് പ്രതിയാണ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുകാർ ഇതിനകത്ത് പ്രതിയായി വരും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ, എക്സ്പ്ലോസീവ് നിയമത്തിന് ലൈസൻസ് കൊടുത്തവർ. കാരണം കൃത്യമായ ചില പാലിക്കലുകളും ചില ക്രമപ്പെടുത്തലുകളും ക്രമീകരണങ്ങളും ആവശ്യമുണ്ട്. ഇതുണ്ടാക്കുന്നിടത്ത് 2 പേർ ഇരിക്കുന്ന സ്ഥലം 2 പേരിരുന്ന് പണിയെടുക്കുകയാണെങ്കിൽ 18 മീറ്റർ അകലത്തിന്റെ വിഷയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒഴിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനം ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആംബുലൻസ് എത്താൻ കഴിയുന്ന സ്ഥലമായിരിക്കണം. ഫയർ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫയർ ഉണ്ടായാൽ പെട്ടെന്ന് പിന്നെ ഫയർ വണ്ടിക്ക് എത്താൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളും മറ്റുമുള്ള ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ ഇവരെത്ര പാരമ്പര്യക്കാരായാലും അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള പരിശീലനവും കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതൊന്നും തൃശ്ശൂർ നടന്നിട്ടില്ല, ഇതൊന്നും നമ്മുടെ പുറ്റിങ്ങൽ നടന്നിട്ടില്ല. 1952 ശബരിമലയിൽ വെടിമരുന്ന് ശാലയ്ക്ക് പൊട്ടിയ സമയം മുതൽ ഇന്ന് വരെ എടുത്താൽ ഇത് ഒരിടത്തും നമ്മൾ ശാസ്ത്രീയമായി ചെയ്യുന്നില്ല. ചെയ്യേണ്ടവരത് പറഞ്ഞു കൊടുക്കുന്നില്ല, നിയമം നമ്മൾ പാലിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ കുറ്റം പറയുന്നത് കരിയെയും കരിമരുന്നിനെയാണ്. കൃത്യമായി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യയിലാണല്ലോ ഹിന്ദുമതം സജീവമായി ഉള്ളത്, മറ്റൊരു സ്ഥലത്തും ഇല്ലല്ലോ ഇത്രയും സജീവമായി. ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകളെല്ലാം, അത് ആചാരങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ ചടങ്ങുകളാകട്ടെ, ഇതാണല്ലോ 3 കാര്യങ്ങൾ ക്ഷേത്രവുമായി ദൈവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതിൽ വലിയ പരിഷ്കരണം നടന്നിട്ടുണ്ട്. മറ്റൊരു സമുദായത്തിലും എളുപ്പവുമല്ല, അങ്ങനെ പരിഷ്കരണം പ്രയാസമാണ്. ഇസ്ലാം മതത്തിൽ പരിഷ്കരണം പ്രയാസമാണ്, കാരണം അതൊരു സെമറ്റിക് മതമാണ്. പിന്നെ ക്രിസ്ത്യൻ മതത്തിൽ പരിഷ്കരണം കുറവാണ്, പ്രയാസമാണ്. അതേസമയം ഹിന്ദു മതത്തിൽ മനുഷ്യബലി ഉണ്ടായിരുന്നു, നരബലി ഉണ്ടായിരുന്നു, പിന്നെ കോഴിബലി ഉണ്ടായിരുന്നു. ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് അനുഷ്ഠാനങ്ങൾ, ഒരുപാട് ചടങ്ങുകൾ മാറ്റിയിട്ടുണ്ട്. അതിനാവശ്യമായ കാലാനുസൃതമായ നന്മ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കരിയെയും കരിമരുന്നിനെയും കുറ്റം പറയാതെ ഇപ്പൊ ആനയെ ഉപയോഗിക്കണം. ആനയെ ഉപയോഗിക്കണമെങ്കിൽ എത്ര ആന ഉപയോഗിക്കാം, ആനയ്ക്കുള്ള ഫിറ്റ്നസ് എങ്ങനെയാണ്, എത്ര സമയം ഉപയോഗിക്കാം, ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുമോ, ആനയ്ക്ക് ഫുഡ് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ആനയുടെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആന എഴുന്നള്ളിക്കാം. ആന എഴുന്നള്ളിക്കുന്ന പ്രശ്നമല്ല. അതുപോലെ തന്നെ കരിമരുന്ന് ഉപയോഗിക്കാം. പക്ഷേ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളവ, വളരെ മാരകമായിട്ടുള്ളവ, അതിൻ്റെ അളവ്, പൊട്ടിക്കുന്ന സമയം, ഉണ്ടാക്കുന്ന സ്ഥലം, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിയമപരമാണ് ഇട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പാലിക്കാതെ എങ്ങനെങ്കിലും എങ്കാടപ്പ 16 എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ അതിലൊരു അതിവൈകാരികമായ സെന്റിമെന്റ്സ് കൊണ്ടുവന്ന് നമ്മുടെ അജണ്ടകളെല്ലാം കൂടി അതിനകത്ത് കുത്തിത്തിരികി ഈ വിശ്വാസമുള്ളവരും അവിശ്വാസികളും യുക്തിവാദികളും മുക്തിവാദികളും സകല പേരും കയറി അതിനകത്ത് അഭിപ്രായം പറഞ്ഞ് അങ്ങനെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. കാര്യകാരണ സഹിതം ഡേറ്റ സഹിതം ഇത് വിശകലനം ചെയ്ത് പ്രൊഫഷണലായി ഈ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും കുറയ്ക്കേണ്ട കാര്യങ്ങൾ കുറയ്ക്കുകയും ചെയ്യുകയും കൂട്ടേണ്ട കാര്യങ്ങൾ കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രീയ സമീപനം. ഒന്നും നിരോധിക്കലല്ല. ഇവിടെ വിമാന അപകടം ഉണ്ടാകുന്നതുകൊണ്ട് വിമാനത്തിൽ കയറാതിരിക്കൂ, ട്രെയിൻ അപകടം ഉണ്ടാകുന്നു ട്രെയിനിൽ കയറാതിരിക്കൂ, റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്നു റോഡിൽ ഇറങ്ങാതിരിക്കും, ഏറ്റവും കൂടുതൽ ബൈക്ക് ആക്സിഡന്റ് ആണ് ഉണ്ടാക്കുന്നത്, ബൈക്ക് വാങ്ങാതിരിക്കൂ, ആളുകൾ ഓടിക്കാതിരിക്കൂ, അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ ഭാഗമാണ് റിസ്കുകളെല്ലാം. പക്ഷേ നമ്മൾ വളരെ കൃത്യമായി ശാസ്ത്രീയമായി നിയമപരമായി ചെയ്യേണ്ടവർ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഏറ്റവും ശാസ്ത്രീയ സമൂഹം. അല്ലാതെ എല്ലാത്തിനെയും കണ്ണടച്ചെതിർക്കുകയും നമുക്ക് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇല്ലാതാക്കുകയും ചെയ്യുന്നൊരു സമൂഹമല്ല ഏറ്റവും ശാസ്ത്രീയമായ സമൂഹം.